ഫുട്ബോളിൻ്റെ വിശ്വവിജയി ആരാകും എന്ന ചർച്ചയിലാണ് ലോകം മുഴുവൻ. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ പ്രവചനം അതീതമാണ്. എങ്കിലും നമ്മളോടൊപ്പം ഇപ്പോൾ ഇന്ത്യയുടെ താരമായിട്ടുള്ള CK വിനീത് ഒപ്പം ചേരുകയാണ്. ഫുട്ബോൾ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തി. അപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മത്സരങ്ങളെ രണ്ട് ടീമിനെ എങ്ങനെയാണ് കാണുന്നത്? രണ്ട് നല്ല ടീമാണ്. അർഹിച്ചിട്ടാണ് രണ്ട് ടീമും ഫൈനലിലെത്തിയത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ മത്സരം പ്രവചനാതീതമാണ്. ആര് ജയിക്കും എന്നുള്ള അറിയില്ല എന്നുള്ളതാണ്. നല്ലോണം കളിക്കുന്ന ടീം ജയിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടീമും ഇപ്പോൾ ഈ ഫൈനലിലേക്ക് എത്തിയതിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് പോരാടിച്ച് വന്നതിന്? രണ്ടാളും നല്ലോണം പോരാടി തന്നെയാണ് വന്നത്. സ്പെയിനിൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കളിയൊന്നും അത്രത്തോളം കൺവിൻസിങ് ആയിരുന്നില്ല. പക്ഷേ ഫ്രാൻസിനെതിരെയുള്ള സെമി ഫൈനൽ എന്താ പറയുക, അതുവരെ ഏറ്റവും നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്ന വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും നല്ല ടീമായി കരുതിയിരുന്ന ഫ്രാൻസിനെ അടപടലം പൂട്ടിയിട്ടാണ് സ്പെയിന് ഫൈനലിലേക്ക് എത്തുന്നത്. അർജന്റീനയും അതേപോലെ തന്നെ. അർജന്റീനയുടെ ഗ്രൂപ്പ് മാച്ചുകളൊക്കെ കുറച്ചും കൂടി ആധികാരികമായിരുന്നെങ്കിലും നോക്കൗട്ടിലേക്ക് വരുമ്പോൾ എല്ലാം അവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ്. അവരെന്താണ് എന്ന് കാണിക്കാൻ അവരെല്ലാ മാച്ചുകളും അവസാന നിമിഷത്തേക്ക് വെച്ചു. പക്ഷേ അതും ഈ പറയുന്ന പോലെ തന്നെ എല്ലാ കളിയും കളിച്ചിട്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. കളിക്കുന്നത് അവസാനത്തോട്ട് വെച്ചു എന്നുള്ളത് മാത്രമാണ്. ഈ സ്പെയിനിൻ്റെ റോഡറിനൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അർജന്റീന ഏത് തരത്തിലുള്ള കളിയായിരിക്കും പുറത്തെടുക്കുക? ഇതേ കാര്യമായിരുന്നു നമ്മൾ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോഴും പറഞ്ഞിട്ടില്ല, എംബാപ്പേനെയൊക്കെ എങ്ങനെ സ്പെയിൻ പൂട്ടും എന്നുള്ളത്. പക്ഷെ അവർ പൂട്ടി. അതേപോലെ അർജന്റീനക്കും റോഡ്രിനെയും റൂയിസിനെയും ഓൾമോനെയൊക്കെ പൂട്ടാനുള്ള വഴികളുണ്ടാവും. അവർ എന്താ പറയുക, അതിനുള്ള തന്ത്രങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തിരിച്ചും ഇതേപോലെ മെസ്സിനെയും എന്താ പറയുക, ആരൊക്കെയാണോ ഉള്ളത്, എൻസോ ആവട്ടെ, ഡിപ്പോളോ ആവട്ടെ, മെക്കാലിസ്റ്റർ ആവട്ടെ, ഇവരെയൊക്കെ പൂട്ടാനുള്ള വഴികൾ സ്പെയിനും പരതുന്നുണ്ടാവും. അവർ ഗ്രൗണ്ടിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഒരു ഭാഗത്ത് വളരെ മുതിർന്ന ഒരാളായ മെസ്സി, മറുഭാഗത്ത് ലാമിൻ പോലുള്ള ഏറ്റവും ചെറുപ്പക്കാരനായ ഒരാൾ. ഇവർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഇപ്പം ഇതെല്ലാവരും നമ്മൾ ചർച്ച ചെയ്യുന്ന ആളാണ്. മെസ്സി ചെറുപ്പത്ത് എന്താ പറയുക, ഒരു പരസ്യ ഷൂട്ടിങ്ങിന് വേണ്ടി കുളിപ്പിച്ച കുട്ടിയാണ് യമാൽ എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, അത് ഒന്ന് മെസ്സിൻ്റെ ലോഞ്ചിവിറ്റിയാണ് കാണിക്കുന്നത്, പ്ലസ് അതേപോലെ യമാലിൻ്റെ വളർച്ചയും കൂടിയാണ് കാണിക്കുന്നത്. അത് വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിലെടുത്ത് പറയേണ്ടത് ഈ പറയുന്ന സ്പാനിഷ് ടീമിൻ്റെ കുന്തമന എന്ന് പറയുന്ന അവരെ 19 ഇയർ ഓൾഡ് ഡിഫൻഡറും പിന്നെ ഒന്ന് യമാലും ആണ്. അപ്പം ബാക്കി എല്ലാവരും പറയുന്നതല്ല, പക്ഷെ നമ്മൾ പറയുമ്പം ഒരു വയസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവർ രണ്ടാളും ആണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന കാര്യം. അതേപോലെ ഇപ്പം അർജന്റീന നോക്കുമ്പോൾ നമുക്ക് മെസ്സിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഗ്രൗണ്ടിൽ വരുമ്പം വയസ്സ് മാറ്റർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. നമുക്ക് പുറത്ത് എന്താ വേണമെങ്കിലും ചർച്ച ചെയ്യാം, പക്ഷേ ഗ്രൗണ്ടിൽ വരുമ്പം അവർ രണ്ടാളും കളിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ കളിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ഈ സ്പെയിനിൻ്റെ കളി മിക്കവാറും ഈ മിനി പാസ്, ചെറിയ പാസുകൾ ഇട്ടുകൊണ്ടുള്ളൊരു കളിയാണല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും അർജന്റീനയ്ക്ക് മറികടക്കാൻ കഴിയുക? അപ്പോൾ അർജന്റീന നേരത്തെ കളിച്ച് വന്ന പാറ്റേണിൽ മാറ്റം വരുത്തേണ്ടയോ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? അർജന്റീന ഓരോ കളിക്കും ഏതാണോ ടീം കളിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അവസാന മാച്ചിലാണെങ്കിൽ പോലും ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ ബെല്ലിങ്ങാമിനെ എങ്ങനെ പൂട്ടാമെന്നായിരുന്നു. അവരത് പൂട്ടിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ഒറ്റ ഷോട്ടില്ലാന്ന് തോന്നുന്നു ടാർജറ്റിലേക്ക്. അപ്പം അതിനുള്ള പ്ലാനുകൾ അവർ കൃത്യമായി പഠിച്ച് പ്ലാനുകൾ തയ്യാറാക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ റോഡ്രി ആണെങ്കിലും ആരും വേണമെങ്കിലും, അതായത് ഇപ്പോൾ ഏത് ടീമാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ഓപ്പോസിറ്റ് ടീം തയ്യാറാക്കും. അതിനുള്ള റിസൾട്ടാണ് അവർക്ക് ഗ്രൗണ്ടിൽ കിട്ടുന്നത്. അപ്പം ഈ ഫൈനലാകുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കും, കൂടുതൽ എന്താ പറയുക, ചർച്ച ചെയ്തിട്ടുണ്ടാവും, കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതൊക്കെ നമ്മൾ പുറത്ത് ചർച്ച ചെയ്യുന്നതാണ്. ഗ്രൗണ്ടിലെത്തുമ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഈ കോച്ചുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാവുമോ? സ്കലോണിൻ്റെ എനിക്ക് തോന്നുന്നു അയാൾ പ്രോ ലൈസൻസ് ചെയ്യുമ്പോൾ സ്കലോണിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്ന ആളാണെന്ന് തോന്നുന്നു, സ്പാനിഷ് കോച്ച് എന്ന് പറയുന്നത്. കോച്ചുകൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാവും. പക്ഷെ അത് ഈ പറയുന്ന പോലെ പുറത്താണ് എന്നുള്ളതാണ്. രണ്ടാൾ തന്ത്രങ്ങളിൽ ആരായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. പണ്ട് കളിച്ചിരുന്ന ടിക്കി ടാക്കിൽ നിന്ന് കുറച്ചും കൂടി മാറ്റി പൊസിഷൻ മാത്രമല്ല ഇപ്പം സ്പാനിഷ് ടീമിൻ്റെ കളി എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി അഗ്രസീവും കൂടിയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോൾ ഈ ഫ്രാൻസിൻ്റെ കളി കാണുമ്പോൾ ബോൾ വിടുമ്പം തന്നെ അവരൊരു 4-5 ആൾക്കാർ തിരിച്ച് ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഓൾറെഡി. റെസ്റ്റ് പാസ് എന്താ പറയുക, റെസ്റ്റ് ഡെഫെൻസീവ് എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്കും കൂടി അവർ മാറിയിട്ടുണ്ട്. അപ്പം എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്. രണ്ട് ടീമിനും എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ ഫൈനലിൽ കാണാം എന്നുള്ളതാണ്. എന്തായാലും വിനീത് ഭായ് പറയുന്നത് പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. പ്രവചനം അതീതമാണ്. പ്രവചനത്തിന് അതീതമായിരിക്കും ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരം. എന്തായാലും പൊരിഞ്ഞ പോരാട്ടം നടക്കും എന്നാണ്. KT വിബീഷ്, മീഡിയ 1, കണ്ണൂർ.